Okay, ശരി. ഓക്കെ, സോ നമ്മൾ ഇന്ന് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബാക്കിയുള്ള ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചത് ദ റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല, റിഗ്രഷൻ സർഫേസ് ആണ്. 3 വേരിയബിൾ ആണല്ലോ. 3 വേരിയബിൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ഐ കോൾ ഇറ്റ് റിഗ്രഷൻ ലൈൻ. സർഫസ് ആണ്, passes through y bar, x2 bar and x3 bar. So we discussed that. Second property, the mean value of y cap, estimated value of the mean value of estimated y is equal to the mean of actual y. ഇത് നമ്മൾ ഇക്വേഷൻസിലൂടെ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, സോ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒഴിഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. 2 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞതാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ, സിഗ്മ ui cap same as u cap bar, both are equal to 0. നമ്മൾ 2 വേരിയബിൾ റിഗ്രഷൻ മോഡലിലും നമ്മൾ ഈ സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മ ui cap and ui cap bar or the mean value of ui cap, both are equal to 0. നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീവിയേഷൻ ഫോമിൽ yi ക്യാപ്പിന്റെ ഇക്വേഷൻ നോക്കിയാൽ, that is beta 2 cap നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ ഈ ഇക്വേഷനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. സെക്കൻഡ് അതിലെന്തോ സാറെന്ന് പറയാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ശരി. നമ്മൾ yi ക്യാപ്പും ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ആദ്യം അതൊന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ. ഇതിൽ നമ്മൾ ലാസ്റ്റത്തെ ഒരു ലൈൻ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ അതിന്റെ നോട്ട് ഉണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ അതില് നമ്മള് എഴുതിയത് എങ്ങനെയായിരുന്നു? yi cap is equal to beta 1 cap plus beta 2 cap x2i
plus beta 3 cap x3i. ബീറ്റ 1 ക്യാപ്പിന് പകരം നമ്മൾ ബീറ്റ 1 ക്യാപ്പിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്റ്റെപ്പ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് മാത്രം എക്സ്പ്ലനേഷൻ തരാം. yi cap is equal to ബീറ്റ 1 വരെ നമ്മൾ ബീറ്റ 1 ക്യാപ്പിന് വരെ നമ്മുടെ അതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് y bar minus beta 2 cap x bar minus beta 3 cap, this is x2 bar x3 bar. ഇതാണ് ബീറ്റ 1 ക്യാപ്പിന്റെ ഇക്വേഷൻ അല്ലേ. പ്ലസ് beta 2 cap x2i plus beta 3 cap x3i. ഇനി ഈ ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ, ഈ ബ്രാക്കറ്റ് ഞാൻ ബീറ്റ 1 ക്യാപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചതാണ്. ബീറ്റ 1 ക്യാപ്പ് ഈ ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? yi cap is equal to y bar ഉണ്ട്. ഇനി ബീറ്റ 2 രണ്ടെണ്ണം ഉണ്ട് അല്ലെ, ബീറ്റ 2 രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ മൈനസ് ബീറ്റ 2 x2 ബാർ ആണ്, ഇവിടെ പ്ലസ് ബീറ്റ 2 x2i ആണ്. ഞാനിവിടെ ഈ ബീറ്റ 2നെ ഞാൻ രണ്ട് ബീറ്റ 2 ഉണ്ട്, ഞാൻ ബീറ്റ 2 ക്യാപ്പിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, സോ ഇത് ഞാൻ പ്ലസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ഇവിടെ എഴുതേണ്ടതായിട്ട് വരും. x2i മൈനസ് x2. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം തന്നെ കിട്ടും. ബീറ്റ 2 മൾട്ടിപ്ലൈഡ് ബൈ x2i, ബീറ്റ 2 x2i പ്ലസ് ബീറ്റ 2 x2i പ്ലസ് ബീറ്റ 2 ക്യാപ് മൈനസ് x2 ബാർ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ 2 x2 ബാർ. ഓക്കെ, ദെൻ ഇവിടെ ബീറ്റ 3 ഉണ്ട്, ഇവിടെയും ബീറ്റ 3 ഉണ്ട്. സോ ഞാൻ ഈ ബീറ്റ 3നെ പുറത്തേക്ക് ഫാക്ടർ ഔട്ട് ചെയ്ത് ബീറ്റ 3 ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഈ x3 ആദ്യം എഴുതി, x3i മൈനസ് x3 ബാർ ഇവിടെ ഉണ്ട് x3. ഇത് ഡീവിയേഷൻ ഫോം ആണ് അല്ലെ. ഒരു വാല്യൂ, ഒരു വേരിയബിൾ, അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഡീവിയേഷൻസ് എഴുതുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ വെച്ച് നമുക്ക് സിഗ്നിഫൈ ചെയ്യും. സോ yi cap is equal to y bar plus beta 2 cap. ഇതിന്റെ ഡീവിയേഷൻ ഫോം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എക്സ് ആണ് അല്ലെ. സ്മോൾ ലെറ്റർ x2i. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? കാരണം എക്സിൽ നിന്ന്, എക്സ് ബാറിൽ നിന്നുള്ള അതിന്റെ ഡീവിയേഷൻസ് ആണ്. അതിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്മോൾ ലെറ്റർ x2i. അപ്പൊ സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ്. ബീറ്റ 3 ക്യാപ് ഇവിടെയാണെങ്കിൽ x3i മൈനസ് x bar, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ x3. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ. അതിനുശേഷം നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡ് നമ്മൾ സം ചെയ്യണം. രണ്ട് സൈഡ് നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇവിടെ നമ്മൾ സം ഈ ഐസ് ഉണ്ട് അല്ലെ, ഐസിനെ എല്ലാം നമ്മൾ സം ചെയ്യണം. ഐ എന്ന് പറയുന്നത് 1 to n ആണ്. സോ സം yi cap that is equal to, ഇവിടെ y bar എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ ആയിരിക്കും, കോൺസ്റ്റന്റ് ആണ്.
നമ്മൾ n over y bar എന്ന് കാണിക്കുക. ഇവിടെ നമുക്ക് β2 ക്യാപ് സിഗ്മ x2 i എഴുതി. സോറി, ഇത് സ്മോൾ ലെറ്റർ ആണ്. സിഗ്മ x2i രണ്ട് സൈഡിനെ സം ചെയ്യാണ്. പ്ലസ് β3 ക്യാപ് സിഗ്മ x3 i എഴുതി. ഇനി ഇവിടെ ഞാനൊരു പ്രൊപ്പോസിഷൻ പറയുകയാണ്. ദാറ്റ് പ്രൊപ്പോസിഷൻ ഈസ് ദാറ്റ് സിഗ്മ x2i and sigma x3i both are equal to 0. Why? Is equal to 0. Why? Anyone? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തുകൊണ്ട് ഇത് 0 ആണ്? സിഗ്മ x2. Why it is 0? Any idea? Why it is 0? എന്താണ് സിഗ്മ x2? സിഗ്മ x2i എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ x2i മൈനസ് x2 ബാർ ആണ് അല്ലേ സിഗ്മ x2i എന്ന് പറയുന്നത്. സപ്പോസ് എക്സിന്റെ വാല്യൂസ്, ഞാനൊരു എക്സാമ്പിൾ തരാം. സപ്പോസ് എക്സിന്റെ വാല്യൂസ് 1 2 3 4 5. What is x bar? എത്രയായിരിക്കും എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് 15 ഡിവൈഡഡ് ബൈ n. ഇത് എത്ര കിട്ടും? 9 12 14 15. 15 ഡിവൈഡഡ് ബൈ 5. So what is x bar? 3 ആണ് എക്സ് ബാർ. നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യണം അല്ലേ? സോ ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ. 1 minus 3 minus 2. Here 2 minus 3 minus 1. 3 minus 3 0. 4 minus 3 1. 5 minus 3 2. What will be sum? What will be the sum? 0. So whenever a variable is deviated from its mean and taking its sum, the value will be 0. So that's why we call this sigma xi and sigma x2i and sigma x3i. Both are equal to 0. If it is squared, it will not be 0. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വേരിയൻസ് എടുക്കുന്നത്. നമ്മൾ നേരെ ഡീവിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുന്നത്. സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? വേരിയൻസ് എന്ന് വിളിക്കും. വേരിയൻസ് സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യണമെങ്കിൽ വി കോൾ ഇറ്റ് വേരിയൻസ്. ദ വേരിയൻസ് ഓഫ് എക്സ് എന്ന് നമുക്ക് വിളിക്കും. അപ്പൊ ഇവിടെ ഇത് രണ്ടും 0 ആണ് അല്ലെ? അപ്പൊ ഇത് എന്തായി മാറും? So what will this equation be? അതായത് സിഗ്മ yi cap is equal to y dividing both side by n over the size, over the sample size,
we will get yi cap bar that is equal to y bar. So this is the proof of second property. Okay, so dividing both side by n. Dividing both side by the sample size. We will get this. So this is the second property. The second property clear ആണല്ലോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വിട്ടുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ സമയം കിട്ടാതെ. ഓക്കെ, സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി കിട്ടി. ഇനി തേർഡ് പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തേർഡ് പ്രോപ്പർട്ടി എഴുതിയത് sigma ui cap equal to u cap bar is equal to 0. sigma ui cap is equal to 0. എന്താണ് ui cap bar എന്ന് പറയുന്നത്? ui cap bar, that is sigma ui cap divided by n ആണല്ലോ. So when this is 0, this will be also 0. അതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്? സിഗ്മ ui cap and ഇത് നിങ്ങൾ ഈ ഈക്വാലിറ്റി ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഈ ഈക്വാലിറ്റി 0, രണ്ടും 0 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈക്വാലിറ്റി എഴുതുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാം. രണ്ടും 0 ആണെന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. That is, this is equal to 0. That's why that's why u cap bar is equal to 0. ഇനി സിഗ്മ യു ഐ 0 ആണെന്ന് നമ്മൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിഗ്മ യു ഐ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0 ആയിരിക്കും കിട്ടും. നമ്മൾ ആ പ്രോബ്ലം ചെയ്തപ്പോഴും നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും. സിഗ്മ, അതുകൊണ്ടാണ് നമ്മൾ OLS മെത്തേഡിൽ ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ മിനിമം ചെയ്യാനായിട്ട് നോക്കുന്നത്. Whenever we take the ui sum of ui cap, it will be 0. That's why in OLS method we use the minimization of the sigma ui cap square, അല്ലെങ്കിൽ residual sum of squaresനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് OLS എസ്റ്റിമേറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അങ്ങനെയാണ് നമ്മൾ OLS എസ്റ്റിമേറ്റേഴ്സിനെ ഡിറൈവ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. സോ അതിന്റെ ഒരു this is the third property, that is sigma ui cap is equal to ui cap bar is equal to 0. ഇനി ഇത് ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. ഞാൻ എന്നാലും 7.4.24 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് yi is equal to beta 2 x2i plus beta 3 x3i plus u. ഇത് ഡീവിയേഷൻ ഫോമിൽ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ SRF എഴുതുന്നതാണ്. ഇത് നമ്മൾ പലതവണ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ രണ്ട് സൈഡ് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0. സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് സിഗ്മ ui cap is equal to ui cap bar is equal to 0. നാലാമത്തത്
നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the fourth property residuals are uncorrelated with the independent variables. So നമുക്ക് ഇങ്ങനെ എഴുതാം, residuals are uncorrelated with independent variable. ഇതും സീറോയാണ്. സിഗ്മ ui cap x3i യും സീറോയും. എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മള് yi is equal to സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ നമ്മൾ ഇക്വേഷൻ റിഗ്രഷൻ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ β1 cap plus β2 cap x2i plus β3 cap x3i plus ui cap. ഈ റിഗ്രഷൻ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, റിഗ്രഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനാൽ എത്രത്തോളം സ്വാധീനിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് ഇത് പാർഷ്യൽ കോഎഫിഷ്യന്റ് ആണെന്ന് അറിയാം അല്ലെ, പാർഷ്യൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇത് കാണിക്കുന്നത് ഇതിന്റെ മാത്രം ഇൻഫ്ലുവൻസ് ആണ് കാണിക്കുന്നത്, ഇതിന്റെ മാത്രം ഇൻഫ്ലുവൻസ് ആണ് ഇതിന്റെ മേൽ ഈ ഒരു വാല്യൂ കാണിക്കുന്നത്, ഇതിന്റെ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്, β2ന്റെ എസ്റ്റിമേറ്റ്, β2 ക്യാപ്പിന്റെ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്, പോയിന്റ് എസ്റ്റിമേറ്റ് കാണിക്കുന്നത് x2iന്റെ മാത്രം ഇൻഫ്ലുവൻസ് വൈന്റെ മേൽ എത്രയാണ്. ഇനി ഈ β3 ക്യാപ്പ് കാണിക്കുന്നത് എന്തായിരിക്കും? ഇത് എസ്റ്റിമേറ്റ് ആണ് അല്ലെ, സ്ലോപ്പ് എസ്റ്റിമേറ്റ് ആണ്, പാർഷ്യൽ സ്ലോപ്പ് റിഗ്രഷൻ എസ്റ്റിമേറ്റ്. x3iയുടെ മാത്രം ഇൻഫ്ലുവൻസ് വൈയുടെ മേൽ എത്രയായിരിക്കും എന്ന് കാണിക്കുന്നതാണ്. ഈ ui എന്താണ്? സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡ്യൂൾ എന്ന് കാണിക്കുന്നത്. ഇത് നമുക്കറിയാം സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ അനലോഗ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കൗണ്ടർ പാർട്ടാണ് റെസിഡ്യൂൾ. x2iയും x3iയും ഒഴിച്ച് മറ്റു ഈ മോഡലിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത മറ്റു വേരിയബിൾസിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ui ക്യാപ്പിനെ കാണിക്കുന്നത്. ഈ ui ക്യാപ്പ് ഇതുമായി റിലേറ്റഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പൊ x3യുമായി റിലേറ്റഡ് ആണ്, കോറിലേറ്റഡ് ആണെങ്കിൽ, കോറിലേഷൻ എന്ന് പറയുന്നത് ഇത് കൂടിയാൽ ഇത് കൂടുകയോ ഇതിന്റെ ഇടയിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകും. അതായത് ഒരെണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റേതിനെ അതേപോലെ തന്നെ അതേ പോസിറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും. പക്ഷെ അവിടെ ഒരു റിലേഷൻ, ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇത് കൂടുമ്പോൾ ഇത് കൂടുകയോ കുറയുകയോ ചെയ്യും, അല്ലെങ്കിൽ ഇത് കുറയുമ്പോൾ ഇത് കൂടുകയോ കുറയുകയോ ചെയ്യും. അങ്ങനെ ഒരു റിലേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കോറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാർഷ്യൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇതിന്റെ മേലുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കില്ല കാണിക്കുക, ഇതിന്റെ ഇൻഫ്ലുവൻസ് കൂടെ അതിൻ്റെ അകത്ത് കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടാവാൻ പാടില്ല, അതിൽ ഇതും തമ്മിൽ കോറിലേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ലോജിക്. സിഗ്മ ui x2iയും സിഗ്മ ui x3iയും should be 0. That means they are uncorrelated. That is the fourth assumption. And the fifth assumption is sigma ui cap is uncorrelated with yi cap. That is, this is 0. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? yi cap എന്ന് പറയുന്നത്. ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് കമ്പോണന്റ് ഓഫ് ദ റിഗ്രഷൻ മോഡൽ.
ദിസ് ഇസ് ദ സ്റ്റോക്കാസ്റ്റിക് ഓർ റാൻഡം കമ്പോണന്റ്. ഇത് നമുക്ക് ക്ലിയർ ആണ്. ഇത് എന്തൊക്കെയാണ് ഈ വാല്യൂസ് നമുക്ക് അറിയാം മോഡലിൽ. നമുക്ക് ഇതറിയില്ല, ഇത് നമ്മൾ പിന്നീട് ഫൈൻഡ് ചെയ്യുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും തമ്മിൽ അൺകോറിലേറ്റഡ് ആയിരിക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമുക്ക് ഈ വൈന്റെ മേലുള്ള സ്വാധീനത്തെ നമുക്ക് നോക്കുന്നത്. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ YIK. ഇപ്പൊ നമ്മളൊരു മോഡൽ വരച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ആണ് ഞാൻ വരയ്ക്കുന്നത്, മൾട്ടിപ്പിൾ അല്ല. ഇത് YIK ആണ്. ഇതിന്റെ എറർ എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെ? ബെസ്റ്റ് ഫിറ്റ് ലൈൻ. എറേഴ്സ് അതല്ലെങ്കിൽ ആക്ച്വൽ YI എന്ന് പറയുന്നത് പല പല ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവും. ഈ ലൈനിന്റെ ചുറ്റും ആക്ച്വൽ YIസും എസ്റ്റിമേറ്റഡ് YIസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? U എന്ന് വിളിക്കുന്നത്. ആ ഡിസ്റ്റൻസ് സിസ്റ്റമാറ്റിക് ആവാൻ പാടില്ല. അതായത് അത് റാൻഡം ആയിരിക്കണം. ഈ ഡിസ്റ്റൻസുകൾ ഫൈൻഡ് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കണം. ഇവിടെ പോസിറ്റീവ്സ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ്സ് ഉണ്ട്. ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സം എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. സോ ദിസ് ഡിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി സിസ്റ്റമാറ്റിക്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി റാൻഡം. UI. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റാൻഡം എന്ന് വിളിക്കുന്നത്, റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ ഈ UI എന്ന് പറയുന്നത് YIയും എസ്റ്റിമേറ്റഡ് YIയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് UI എന്ന് വിളിക്കുന്നത്. അത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആണ്. അത് ഈ YI ക്യാപ്പുമായി അൺകോറിലേറ്റഡ് ആയിരിക്കും. അതേസമയം ഇതായിട്ട് കോറിലേഷൻ ഉണ്ടാവാം. കാരണം ഇതിനെ സ്വാധീനിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടാകുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടി. OLS എസ്റ്റിമേറ്റർ ആണെങ്കിൽ OLS എസ്റ്റിമേറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാവും, ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആൻഡ് വി ആർ സ്റ്റഡിങ് ദാറ്റ് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ്. സോ ഫിഫ്ത്ത് വൺ ഈസ്, സിക്സ്തും സെവൻത്തും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചു പോയ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ഇവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വേരിയൻസ് ഓഫ് β2, വേരിയൻസ് ഓഫ് β3 കാണിക്കണം. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആറാമത്തെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ വേരിയൻസ് ഓഫ് β2 പഠിച്ചിട്ടുണ്ടായിരുന്നു. വേരിയൻസ് ഓഫ് β2 അതായത് β2 ക്യാപ്പിന്റെ വേരിയൻസ്. β2 ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. β2 ക്യാപ്പാണ് n നമ്പർ ഓഫ് β2 ക്യാപ്പ് കിട്ടും. ഓരോ സാമ്പിൾ അനുസരിച്ച് β2 ക്യാപ്പിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു β2 ആയിരിക്കും കിട്ടും, β2 ക്യാപ്പ് ആയിരിക്കും കിട്ടും. വേറൊരു സാമ്പിളാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ വേറൊരു β2 ക്യാപ്പ് ആയിരിക്കും കിട്ടും. സോ n നമ്പർ ഓഫ് β2 ക്യാപ്സ് വിൽ ബി ദർ. ആൻഡ് വാട്ട് വിൽ ബി ദ വേരിയൻസ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും അതിന്റെ മീനും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുക. ഇത് n നമ്പർ ഓഫ് β2 ക്യാപ്പ് ഉണ്ടാവും ഒരു പോപ്പുലേഷനിൽ നിന്ന് പല പല സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ. അതും അതിന്റെ മീനും തമ്മിലുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുക. ഈ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് വിളിക്കുക. ഇത് നമ്മൾ പഠിച്ചത് ഇക്വേഷൻ. ഈ വേരിയൻസ് എന്ന് പറയുന്നത് റിഗ്രഷൻ മോഡലിന്റെ വേരിയൻസ് ആണ്, അല്ലെങ്കിൽ യുവിന്റെ വേരിയൻസ് ആണ്. ഇത് എന്തിനാണ്? എസ്റ്റിമേറ്റഡ് വേരിയൻസ് ആണ്, OLS എസ്റ്റിമേറ്റഡ് വേരിയൻസ് ആണ്. ഡിവൈഡഡ് ബൈ സിഗ്മ x2i square multiplied by 1 minus r square between 2, 3. ഇവിടെ R23 എന്ന് പറയുന്നത് എന്താണ്? R23 എന്ന് പറയുന്നത് സിമ്പിൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷൻ ആണ്. R എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. അതിന്റെ സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷനിലേക്ക് പോകും. രണ്ടും നമ്മൾ റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം.
പക്ഷെ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് കോറിലേഷൻ ആണ് പഠിക്കുക. സിമ്പിൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 and 3, സെക്കൻഡ് വേരിയബിൾ ആൻഡ് തേർഡ് വേരിയബിൾ. നമ്മളിവിടെ സെക്കൻഡ് വേരിയബിൾ ആണ് എടുത്തത്. അതായത് ആക്ച്വലി ഇറ്റ് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ x2 ആൻഡ് രണ്ട് വേരിയബിൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒന്ന് ഇൻകം ആയിരിക്കാം, ചിലപ്പോൾ അടുത്തത് വെൽത്ത് ആയിരിക്കാം. ഇപ്പൊ നമ്മൾ കൺസംഷന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൺസംഷൻ ഡിപെൻഡന്റ് വേരിയബിളും ഇൻകം ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും വെൽത്ത് മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. അപ്പൊ ഇൻകത്തിന്റെ വെൽത്തിന്റെ ഇടയിൽ കോറിലേഷൻ ഉണ്ടോ? ആ കോറിലേഷനെയാണ് നമ്മൾ R2-3 എന്ന് കാണിക്കുന്നത്. ഞാൻ ഇത് മായ്ക്കുകയാണ്. ഇപ്പൊ രണ്ട് വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. ആ രണ്ട് വേരിയബിൾസിന്റെ കോറിലേഷൻ. ഇനി എന്താണ് നമ്മുടെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വേരിയൻസിന്റെ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വേരിയൻസ് ഓഫ് β3 നമുക്കറിയാം. വേരിയൻസ് ഓഫ് β3 എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ സ്ക്വയർ ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് സ്മോൾ ലെറ്റർ എക്സ് ആണ്, അതായത് ഡീവിയേഷൻ ആണത്. x2 മൈനസ് എക്സ് ബാർ ആണ്. x2 ബാറിന്റെ അതാണ് ഇവിടെ സ്മോൾ എക്സ് കാണിക്കുന്നത്. അതിന്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 2-3. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ വേരിയൻസ് എഴുതുകയാണെങ്കിൽ ഇതിന്റെ വേരിയൻസ് കൂടി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് β3 ക്യാപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ. എന്താണ് ഈ സിഗ്മ എന്ന് പറയുന്നത്? ഇതെന്ത് സിഗ്മയാണ്? ഇതും വേരിയൻസ് ആണ്. ഇത് പക്ഷേ ഇത് എന്തിന്റെ വേരിയൻസ് ആണ്? ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ യുവിന്റെ വേരിയൻസ് ആണ്. ഇത് β3 ക്യാപ്പിന്റെ വേരിയൻസ് ആണ്. ഇതെല്ലാം ഓയിലസ് എസ്റ്റിമേറ്റേഴ്സിന്റെ വേരിയൻസ് ആണ്. ഇതാണെങ്കിൽ നമ്മൾ ഹോമോസ്കെഡാസ്റ്റിസിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ, വേരിയൻസ് ഓഫ് യു. അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഹെട്രോസ്കെഡാസ്റ്റിക് ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് വേരിയൻസ്. സിംഗിൾ വേരിയൻസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. സോ ഹോമോസ്കെഡാസ്റ്റിസിറ്റി കാണിക്കുന്ന വേരിയൻസ് ആണ് ഈ സിഗ്മ. എററിന്റെ വേരിയൻസ് ആണ്. ന്യൂമറേറ്റർ. ഇവിടെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? താഴെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? സിഗ്മ. ഇത് x2y ആണ് β2ന്റെ. β3 ഇത് വേരിയബിൾ 3ന്റെ ആണ്. സോ നമ്മൾ ഇവിടെ വേരിയബിൾ 3ന്റെ തന്നെ എടുക്കുന്നു, x3 ആയി. ഇത് രണ്ടാമത്തെ വേരിയബിൾ ആണ്. ഇത് ഫസ്റ്റ് വേരിയബിൾ ആയിരുന്നു. 3i സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 2. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതാണ്. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് എഴുതാം. സ്ക്വയർ റൂട്ട് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഇത് സ്ക്വയർ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഇത് സ്ക്വയർ റൂട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വേരിയൻസ് ഓഫ് β2 എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. β2 അതല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. സിഗ്മ ഡിവൈഡഡ് ബൈ, ഞാൻ പറയുന്നുള്ളൂ ഇതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്മ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x2y സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ 2-3. അങ്ങനെ എഴുതാം. ഞാനത് എഴുതുന്നില്ല. യെസ്, ഇനി നമ്മുടെ പ്രോപ്പർട്ടി പറയാം. നമ്മൾ ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് വേരിയൻസ് സ്റ്റാൻഡേർഡ് എറർ. ഇനി ഇവിടെയുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു കാര്യം നോക്കിയാണ്. ഞാൻ ഇവിടെ നാട്ടിലെ ഇത് എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ two independent വേരിയബിൾ. ഇഫ് ഇറ്റ് ഈസ് ബിക്കമിങ് ഈക്വൽ ടു 1, ഇത് 1നോട് അടുക്കുകയാണെങ്കിൽ, അതായത് കോറിലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചു, രണ്ട് വേരിയബിളിന്റെ നിങ്ങൾ എക്സാമ്പിൾ കൂടി ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതായത് കൺസംഷൻ ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ,
രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒന്ന് ഇൻകം, പിന്നെ വെൽത്ത്. ഇത് 3 വേരിയബിൾ റിഗ്രഷൻ മോഡലായി. ഇത് എക്സ് ആണ്, 2 എക്സുകളുണ്ട്, ഇത് വൈ ആണ്. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെച്ചു. ഇതിന്റെ ഇടയിലുള്ള കോറിലേഷൻ കൂടുകയാണ്. കോറിലേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ലീനിയർ അസോസിയേഷൻ ആണ്, രണ്ടും തമ്മിലുള്ള ലീനിയർ റിലേഷൻ ആണ്. അത് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് നോക്കാം. ഇത് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ 1 മൈനസ് 0.1 വളരെ ഒരു ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. 0.1 അതേസമയം 0.8 0.9 എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ആയിരിക്കും. ഇത് 1 അടുക്കും തോറും ഇവിടുത്തെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. 1 മൈനസ് ആണ്. സോ ഡിനോമിനേറ്റർ അതനുസരിച്ച് കുറയും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കാം. 2 കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആണ്. ഒന്ന് ഇത് സിഗ്മ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. ഗിവൺ വി ആർ അസ്യൂമിങ് ദാറ്റ് ദീസ് 2 തിങ്സ് ആർ കോൺസ്റ്റന്റ്. ഇതെന്താണ് കാണിക്കുന്നത്? x2y കാണിക്കുന്നത് എന്താണ്? സിഗ്മ x2y എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സിഗ്മ x2y എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക വേരിയബിലിറ്റി ആണ്, അല്ലെങ്കിൽ വേരിയൻസ് ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് തന്നെയാണ്. അതായത് x2 അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സിന്റെ വേരിയബിലിറ്റി തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ എക്സിന്റെ വേരിയബിലിറ്റി അനങ്ങാതെ നിൽക്കുന്നു. ഇതെന്താണ്? ഇത് യുവിന്റെ യു എന്ന് പറയുന്നത് സ്റ്റോക്കാസ്റ്റിക്, നമ്മുടെ ഇതിൽ ക്യാപ്പ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക. ഇത് ക്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ വേരിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ യുവിന്റെ വേരിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ക്യാപ്പ് വരുമ്പോൾ അത് റെസിഡ്യൂവലായി. നമുക്ക് പക്ഷെ ഇത് കണ്ടെത്താനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എപ്പോഴും സിഗ്മ ക്യാപ് സ്ക്വയർ ആയിരിക്കും ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഗിവൺ അനങ്ങാതിരിക്കാന്ന് വിചാരിക്കാം. ദർ ഇസ് നോ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇത് 1 അടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും 1 അടുക്കുമ്പോൾ. അപ്പോൾ ഡിനോമിനേറ്റർ കുറയും, ന്യൂമറേറ്റർ അനങ്ങാതിരിക്കുകയാണ്. സോ ദ വേരിയൻസ് ഓഫ് β2 വിൽ ബി ഹൈ. സെയിം ഈസ് ആപ്ലിക്കബിൾ വിത്ത് ദിസ് ഇക്വേഷൻ ഓൾസോ. ഇനി ഇത് 1 ആയെന്ന് വിചാരിച്ചു, അതായത് ദർ ഇസ് പെർഫെക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് വെൽത്ത്. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ആർക്കെങ്കിലും ആ ഇക്വേഷൻ കണ്ടിട്ട് അതൊന്ന്, അതായത് ഞാൻ ഇവിടെ എഴുതിയതാണ്, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സിഗ്മ x2y സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇതെന്താണ് കാണിക്കുന്നത്? കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് വെൽത്ത്, അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇടയിലുള്ള കോറിലേഷൻ സ്ക്വയർ. If that is equal to 1, what will be the final result? What will happen to the variance of β2 here? എന്തായിരിക്കും ഇവിടെ കിട്ടുക നമുക്ക്? 1 മൈനസ് 1 എന്തായിരിക്കും കിട്ടുന്നത്? ഹലോ, നിങ്ങൾ ആരും ഇല്ല ഇവിടെ? സർ, വേരിയൻസ് 0 ആയിരിക്കും. എല്ലാരും ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ എഴുതാം. ഈ 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? ഇത് 0 ആയിട്ട് മാറും, ഇത് 0 ആയിട്ട് മാറും. അപ്പൊ ഈ ഏരിയ മുഴുവൻ 0 ആയിട്ട് മാറും. സോ ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? Zero അല്ലേ? Any value divided by 0 is infinity. If 0 is divided by any values, it will be 0. But any numericals or any values divided by 0 is infinity. So the variance will be infinity. ഇവിടുത്തെ വേരിയൻസ് എന്ന് പറയുന്നത്, അതായത് ഇൻകവും വെൽത്തിന്റെ ഇടയിലുള്ള കോറിലേഷൻ കൂടുന്നതനുസരിച്ച് ഈ β2ന്റെ വേരിയൻസ് വളരെ ഇൻഫിനിറ്റി ആണ്. അതായത് ഇത് അത്രയും അൺറിലയബിൾ ആയിരിക്കും.
ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബീറ്റ ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ള ബീറ്റ ടു ക്യാപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ. നമ്മൾ അതിനെയാണ് ബെസ്റ്റ്, നമ്മൾ ബെസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ലേ, ബെസ്റ്റ്. ബ്ലൂ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ബ്ലൂ കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ, ബെസ്റ്റ് ലീനിയർ ആ sir. എസ്റ്റിമേറ്റർ. sir. അതിലെന്താണ് ഈ ബെസ്റ്റ് എന്ന് പറയുന്നത്? ബെസ്റ്റ് ഈസ് മിനിമം Variance minimum. Efficient estimator. എഫിഷ്യന്റ്. അതായത് എഫിഷ്യന്റ് ആവുന്നത് എപ്പോഴാണ്? ഇത് എപ്പോഴാണ് നമ്മൾ ഇതിനെ എഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്? നമുക്ക് വേണ്ടത് ഏറ്റവും least variance. ലീസ്റ്റ് വേരിയൻസ്. ആ ലീസ്റ്റ് വേരിയൻസ് എന്തെങ്കിലാണ് നമ്മൾ അതിനെ എഫിഷ്യന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിലെല്ലാം ലീസ്റ്റ് വേരിയൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ മിനിമം വേരിയൻസ് ഉണ്ടാവണം. നമുക്ക് വേണ്ടത്, നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ സാമ്പിളാണ് എടുത്തിരിക്കുന്നത്, അത് എപ്പോഴും ഓർമ്മ വേണം. ഈ സാമ്പിൾ എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് പോപ്പുലേഷന്റെ ബീറ്റ 3യും ബീറ്റ 4ഉം ബീറ്റ 2 ഒക്കെ ബീറ്റ 3യും ബീറ്റ 2ഉം ബീറ്റ 3യും ഇത് പോപ്പുലേഷന്റെ ആണ്. പോപ്പുലേഷന്റെ നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് വേണ്ടത് പോപ്പുലേഷൻ ആണ്. അപ്പൊ അൺബയസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? അൺബയസ്നെസ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഒരുപാട് സാമ്പിളിൽ നമുക്ക് ഒരുപാട് ബീറ്റ ടു ക്യാപ്പ് കിട്ടും. ഇതിന്റെ മെയിൻ എടുത്താൽ അത് ട്രൂ പോപ്പുലേഷന് തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ അൺബയസ്ഡ് എന്ന് വിളിക്കും. അപ്പൊ വേരിയൻസ് വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏത് സാമ്പിൾ എടുത്താലും ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം അതിന്റെ മീൻ എന്ന് പറയുന്നത് ബീറ്റ ടു ആണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടും വേരിയൻസ് കുറവാണെങ്കിൽ. കാരണം മീനിനോടുള്ള സ്പ്രെഡ് വളരെ കുറവാണ്. മറ്റു ഏത് സാമ്പിളുകൾ എടുത്താലും അതിൽ നിന്ന് കിട്ടുന്ന ബീറ്റ ടു ക്യാപ്പ് എല്ലാം എന്തിനോടടുത്ത് വരും? ഇതിനോടടുത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബെസ്റ്റ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലീനിയർ. നമ്മൾ ബ്ലൂ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് പറയാൻ കാരണം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്ലൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ 1 ആവും തോറും ഇതിന്റെ ഇടയിൽ കോറിലേഷൻ കൂടുന്നതനുസരിച്ച് ഈ വേരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് അടുത്തൊരു പ്രോപ്പർട്ടി. എന്താണ് correlation? If there is correlation between 2 and 3, and if that correlation becoming greater and greater, then the variance of beta 2 will be also increasing. If that correlation between 2 and 3 is equal to 1, then if that x2 is correlated with another variable, നമ്മൾ x2 എന്ന് പറയുന്നത് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടല്ലോ x2, അത് മറ്റേ വേരിയബിളുമായി പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ that means that its Euler's estimator will be, its variance will be very infinity. That means it is totally unreliable. ഇനി ഇവിടുത്തെ കോറിലേഷൻ കുറയുന്നതനുസരിച്ച് ഇവിടുത്തെ വേരിയൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഇവിടെ കോറിലേഷൻ കുറയുന്നതനുസരിച്ച് 1 മൈനസ് ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ആ ഗ്രേറ്റർ വാല്യൂവിനെ ഈ ന്യൂമറേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും ഇവിടെ കുറയുന്നതനുസരിച്ച്. ഇനി ഇത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ദിസ് സാമ്പിൾ വേരിയൻസ്. ദാറ്റ് മീൻസ് എക്സിന്റെ വേരിയബിലിറ്റിക്ക് തുല്യമാണ്. അതായത് ഏറ്റവും മിനിമം ഇവിടുത്തെ ഇതിന് തുല്യമാണ്. ഇതിനേക്കാൾ താഴത്തേക്ക് പോകുന്നില്ല വേരിയൻസിൽ. അപ്പൊ വേരിയൻസ് ഏറ്റവും ഇവിടുത്തെ ന്യൂമറേറ്ററിന് മാറ്റമില്ല, ഡിനോമിനേറ്ററും മാറ്റമില്ലാതെ തുടരുന്നു. ഇവിടെ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്റർ അത് തന്നെയായിട്ട് വരും. അപ്പൊ വേരിയൻസ് ഏറ്റവും കുറവായിരിക്കും. അതായത് ഇത് തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല എന്നർത്ഥം. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു 6th പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത്. ഇനി 7th പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, സപ്പോസ് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. ഇത് വെച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 7th പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇതാണ്. ഇത് കോൺസ്റ്റന്റ് ആണ്, കോറിലേഷനും കോൺസ്റ്റന്റ് ആണ്, ഇതും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? അതായത് വേരിയൻസ് ഓഫ് ബീറ്റ 2, the variance of the stochastic variable തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? ന്യൂമറേറ്ററും ഇതും തമ്മിലുള്ള വേരിയൻസ് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് എന്ത് സംഭവിക്കും? ഇത് ഡിനോമിനേറ്ററിന് വ്യത്യാസമില്ല, ഡിനോമിനേറ്റർ സെയിം ആണ്, അനങ്ങാതിരിക്കുകയാണ്. ന്യൂമറേറ്റർ കൂടുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിട്ട് വരും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 1
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 5 കിട്ടി. 1ന് മാറ്റൂല, പക്ഷെ ന്യൂമറേറ്റർ 10 ആയിരിക്കും. എന്ത് സംഭവിക്കും? നമുക്ക് റിസൾട്ട് 10 ആയിട്ട് മാറി അല്ലെ? സോ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടി? 10 ആയിട്ട് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ന്യൂമറേറ്റർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ വേരിയൻസ് ആയിട്ട് ഇതിന്റെ റിലേഷൻ തന്നെ പ്രൊപ്പോർഷണേറ്റ് റിലേഷൻ ആണ്. ഇതിന് മാറ്റൂല, ഡിനോമിനേറ്ററിന് മാറ്റൂല. ഇത് ഗിവൺ ആണെന്ന് വിചാരിക്കും. ഇതും ഗിവൺ ആണ്. എന്തൊക്കെയാണ് ഗിവൺ? വേരിയബിലിറ്റി ഇൻ എക്സും ഗിവൺ ആണ്, ഇതും ഗിവൺ ആണ്. അതിന്റെ അർത്ഥം ഇവിടുത്തെ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ വേരിയൻസ് കൂടുന്നതനുസരിച്ച്, ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എററിന്റെ വേരിയൻസ് ആണ്. എററിന്റെ വേരിയൻസ് കൂടുന്നതനുസരിച്ച് β2ന്റെ വേരിയൻസും കൂടിക്കൊണ്ടിരിക്കും. അത് β2 അൺറിലയബിൾ ആയിട്ട് വരും. ഇതിന്റെ കർത്തം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയ നേരത്തെ എന്താണ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ വേരിയൻസ്, നിങ്ങൾ ആ ഒരു പിക്ചർ മനസ്സിലോട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. 2 വേരിയബിൾ റിഗ്രഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. 2 വേരിയബിൾ റിഗ്രഷനിൽ ഒരു 2 വേരിയബിൾ റിഗ്രഷൻ, ഇത് നമ്മൾ പഠിക്കുന്ന മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ ബേസിക്കലി ഐഡിയ സെയിം. ഇപ്പൊ നമ്മളിവിടെ ഒരു YI ക്യാപ്പ് വരച്ചു. ഇനി എന്താണ് ഈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എന്താണ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്? സ്പ്രെഡ് ആണ്. ഇപ്പൊ നമ്മള് ഇത് x1 ആണെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. x1 ആണെങ്കിൽ ഇവിടെ 2 ആക്ച്വൽ വൈസ് ഉണ്ട്, ഇവിടെ 4 വൈസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ മീൻ എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ആയിരിക്കും. ഇതിന്റെ മീൻ ആയിരിക്കും എപ്പോഴും എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിട്ട് വരുന്നത്. ഏത്? ഈ y വാല്യൂസിന്റെ എല്ലാം മീൻ. ഇത് നോക്കാം, ഇതെന്തിന്റെയാണ്? ഇത് പോപ്പുലേഷനാണ്. കാരണം ക്യാപ്പ് ഇല്ല, സാമ്പിൾ അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് പോപ്പുലേഷൻ ആണ്. അപ്പൊ എല്ലാ y വാല്യൂസും, എക്സിന് നേരെയുള്ള എല്ലാ y വാല്യൂസും നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ആ പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ ഇത് കണ്ടീഷണൽ മീൻ ആണ്. അപ്പൊ ഇത് ക്യാപ്പ് അല്ല. ഇത് കാണിക്കാൻ നേരത്ത് ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ വരേണ്ടത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi ആണ്. കാരണം പോപ്പുലേഷൻ ആണ്. ഇവിടെ ക്യാപ്പ് ഇല്ല. എല്ലാ y വാല്യൂസും നമ്മൾ പരിഗണിച്ചു. ഇനി അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് സ്പ്രെഡ്. അതായത് മീനിനോട് മറ്റു വാല്യൂസ് എങ്ങനെ എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നു. അത് ഹോമോസ്കഡാസ്റ്റിക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം ഒറ്റ വേരിയൻസ് ആണ്. ഇവിടെ എല്ലാത്തിന്റെ വേരിയൻസ് ഈക്വൽ ആണ്. ഈ സ്പ്രെഡ് ഈക്വൽ ആണ്. ഇനി ഈ സിഗ്മ തന്നെ, ഇത് സ്പ്രെഡ് ഇവിടെ ഇതൊരു സ്പ്രെഡ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതൊരു വേരിയൻസ് എന്ന് വിചാരിച്ചു. ഇനി ഇതല്ലാതെ മറ്റൊരു വേരിയൻസ് നമുക്ക് കാണിക്കാം. സപ്പോസ് ഇതിവിടെ ഞാൻ വായിച്ചിട്ട് കാണിക്കാം. ഇനി ഇവിടെ ഒരു y ഉണ്ട്. നോക്കുക, y എവിടെയാണ് കിടക്കുന്നത്? ആക്ച്വൽ എസ്റ്റിമേറ്റഡ് വൈയിൽ നിന്ന് വളരെ ദൂരെയാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പ്രെഡ് ആയിരിക്കും ഇവിടെ കിടക്കുക. ഫ്ലാറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിൽ തന്നെ കാണിക്കണം, പക്ഷെ ഹോമോസ്കഡാസ്റ്റിക് ആണ്, ഈക്വൽ വേരിയൻസ്. പക്ഷെ ഞാൻ ഈ ഡയഗ്രത്തിൽ തന്നെ കാണിക്കുകയാണ്. ഈ നോക്കാം, മറ്റു y വാല്യൂസ് ഒക്കെ വളരെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്പ്രെഡ് വളരെ കുറവാണെന്നാണ് അർത്ഥം. അതായത് ഇതിന്റെ നമ്മൾ സ്പ്രെഡ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് കണ്ടോ? ഈ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഇവിടെ സ്പ്രെഡ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഇതെന്താണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് β1 β2 ആണ് അല്ലെ? β1 + β2 xi ആണ്. അതായത് ഈ സ്പ്രെഡ് കുറവാണെങ്കിൽ ഇവിടുത്തെ വേരിയൻസ്, ഇതിന്റെ വേരിയൻസും കുറവായിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇത് തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് ആണ്. ഇത് കൂടുന്നതനുസരിച്ച്, ഇതിങ്ങനെ കൂടുന്നതനുസരിച്ച് ഇതിന്റെ വേരിയൻസും കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഈ നമ്മള് ഒരു പിക്ചറൈസേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ക്ലിയർ ആവുകയുള്ളൂ. നമ്മുടെ ബേസ് നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുണ്ട്. ആ ബേസ് നമ്മൾക്ക് ഒന്ന് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാവുകയുള്ളൂ. ഇനി ഞാനിപ്പോ ഏഴാമത്തെ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ പറഞ്ഞ കേട്ടോ. എന്താണ് ഏഴാമത് പറഞ്ഞത്?
ഇതും തമ്മിൽ പ്രൊപ്പോർഷണേറ്റ് റിലേഷൻ ആണ്. സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ വേരിയൻസും β2 ക്യാപ്പിന്റെ വേരിയൻസും പ്രൊപ്പോർഷണേറ്റ് ആണ് റിലേഷൻ. ഇതാണ് ഏഴാമത്തെ. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഏഴാമത്തെ പ്രോപ്പർട്ടിയുടെ ഒപ്പം തന്നെ ഇതും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് ആയിരിക്കും. ഇത് അനങ്ങാതെ നിൽക്കുകയാണ്, ഈ വേരിയൻസ് അനങ്ങാതെ നിൽക്കുകയാണ്, ഇത് അനങ്ങാതെ നിൽക്കുകയാണ്. അതായത് രണ്ട് വേരിയബിളിന്റെ ഇടയിലുള്ള സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുകയാണെങ്കിൽ, ഈ ഇവിടുത്തെ വേരിയബിലിറ്റി കൂടുകയാണെങ്കിൽ, ഈ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും അതിന്റെ എക്സ് ബാറിന്റെ ഇടയിലുള്ള വ്യത്യാസം. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണ്. കൂടുതൽ അതായത് സാമ്പിൾ എടുക്കുമ്പോൾ, നമ്മൾ സാമ്പിൾ സൈസ് എടുത്തപ്പോൾ എക്സ് ഇൻകം എടുക്കാൻ നേരത്ത് നമ്മൾ കൂടുതൽ ഇൻകം ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പൊ ഈ വേരിയബിലിറ്റി കൂടും. അപ്പൊ കൂടുതൽ ഡാറ്റ കിട്ടുന്നതനുസരിച്ച് തന്നെ ഇതിന്റെ വേരിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. നമ്മൾ ഇൻകം വെൽത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോഴാണ് ഈ വേരിയബിലിറ്റി കൂടുക. ഈ വേരിയബിലിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന β2ന്റെ വേരിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേരിയൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കൂടുതൽ റിലയബിൾ ആയിക്കൊണ്ടിരിക്കും. ഡാറ്റ വലുതാവുമ്പോൾ, നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾ ഡാറ്റ വലുതാവുന്നതനുസരിച്ച് ഈ വേരിയബിലിറ്റി കൂടുള്ളൂ, എക്സിന്റെ വേരിയബിലിറ്റി കൂടുള്ളൂ. എക്സിന്റെ വേരിയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ സാമ്പിൾ ഡാറ്റ വലുതായി വരുന്നു എന്നർത്ഥം. സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്ന 100 നിന്ന് 200 ആവുകയാണെങ്കിൽ എക്സിന്റെ വേരിയബിലിറ്റി കൂടി. നമ്മൾ 200 നിന്ന് 500 ആവുകയാണെങ്കിൽ എക്സിന്റെ വേരിയബിലിറ്റി വീണ്ടും കൂടും. അപ്പൊ വേരിയബിലിറ്റി എക്സിന് കൂടുന്നതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാമ്പിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന β2ന്റെ വേരിയബിലിറ്റി കുറയുകയും അത് കൂടുതൽ റിലയബിൾ ആകുകയും ചെയ്യും. ഇതാണ് നമുക്ക് അതിന്റെ ഒരു ന്യൂമറിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളുടെ റിലേഷൻ നമ്മൾ പഠിച്ചു. ഒന്ന്, ഇതും തമ്മിലുള്ള റിലേഷൻ. ഇത് രണ്ടും അനങ്ങാതിരുന്നാൽ ഈ കോറിലേഷൻ കൂടുന്നതനുസരിച്ച് വേരിയബിലിറ്റി എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? വേരിയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. കോറിലേഷൻ, ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലുള്ള കോറിലേഷൻ കൂടുന്നതനുസരിച്ച് ഇതിന്റെ വേരിയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇത് അൺറിലയബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കോറിലേഷൻ ഇല്ലാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്, അതായത് മൾട്ടി കോളിനിയാരിറ്റി, നമ്മൾ അസംപ്ഷൻ പറഞ്ഞപ്പോൾ മൾട്ടി കോളിനിയാരിറ്റി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ദിസ് വിൽ ബി 0. ഇഫ് ദർ ഇസ് മൾട്ടി കോളിനിയാരിറ്റി, ദിസ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ എ നെഗറ്റീവ് വാല്യൂ. കോറിലേഷൻ ആണ് മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്നത്. പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആവും, നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആവും, ബട്ട് ദാറ്റ് വിൽ അഫക്ട് ഹിയർ ഡിനോമിനേറ്റർ. അപ്പൊ കോറിലേഷൻ, ഇതിന്റെ ഇടയിൽ കോറിലേഷൻ ഏറ്റവും കുറയുന്നതനുസരിച്ച്, 0യിലേക്ക് അടുക്കുന്നതനുസരിച്ച് ഈ വേരിയൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ വേരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതും തമ്മിലുള്ള റിലേഷൻ, സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസിന്റെ ഇത് രണ്ടും അനങ്ങാതിരുന്നാൽ, എക്സിന്റെ വേരിയബിലിറ്റിയും എക്സും 2 എക്സുകളുടെ ഇടയിലുള്ള കോറിലേഷനും ഗിവൺ ആണെങ്കിൽ എററിന്റെ വേരിയൻസ് കൂടുന്നതനുസരിച്ച് β2 ക്യാപ്പിന്റെയും β3 ക്യാപ്പിന്റെയും വേരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിന്റെ വേരിയബിലിറ്റി കൂടുന്നതനുസരിച്ച് ഇത് രണ്ടും അനങ്ങാതിരുന്നാൽ, correlation between x2 and x3 and stochastic variance of disturbance time, ഈ രണ്ട് കാര്യങ്ങൾ ഗിവൺ ആണെങ്കിൽ എക്സിന്റെ വേരിയബിലിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന്റെ വേരിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, വേരിയൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സിന്റെ വേരിയൻസ് കുറയുന്നതനുസരിച്ച് ഇതിന്റെ വേരിയൻസ് കുറയും. മീൻസ് ഇതിന്റെ വേരിയൻസ് കുറയുകയാണെങ്കിൽ ഇതിന്റെ വേരിയൻസ് കൂടും, ഇതിന്റെ വേരിയൻസ് കൂടുകയാണെങ്കിൽ, ഇതിന്റെ വേരിയബിലിറ്റി കൂടുകയാണെങ്കിൽ ഇതിന്റെ വേരിയൻസ് കുറയും. ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ദിസ് ഇക്വേഷൻ ഓൾസോ. സോ ഏഴാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഏഴാമത്തെ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് തന്നെ ബേസ് ചെയ്തിട്ടാണ് ഏഴാമത്തെ പറയുന്നത്. എട്ടാമത്തത് ലാസ്റ്റത്തെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടിയാണ്. ക്ലാസിക്കൽ അസംപ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ അസംപ്ഷൻസ് എല്ലാം ഹോൾഡ് ചെയ്താൽ ഈ β2 ക്യാപ്പും β3 ക്യാപ്പും β3 ക്യാപ്പും ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഇഫ് ദ ക്ലാസിക്കൽ അസംപ്ഷൻസ് 10 ക്ലാസിക്കൽ അസംപ്ഷൻസ്, അത് മൾട്ടിപ്പിൾ റിഗ്രഷനും അതേപോലെ തന്നെ 2 വേരിയബിൾ റിഗ്രഷൻ എല്ലാം ആപ്ലിക്കബിൾ ആണ്. നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ വരാനകത്ത് മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ അസംപ്ഷൻ കൂടി നമ്മൾ എടുക്കുന്നത് മാത്രം. ക്ലാസിക്കൽ അസംപ്ഷൻസ് ഗിവൺ, അത് ഹോൾഡ് ചെയ്താൽ, അത് നിന്നാൽ
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ രണ്ട് ബീറ്റ 2 ക്യാപ്പും ബീറ്റ 3 ക്യാപ്പും അത് ബെസ്റ്റ് ആയിരിക്കും. ബെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം വേരിയൻസ് ആയിരിക്കും, അത് ലീനിയർ ആയിരിക്കും, അത് അൺബയസ്ഡ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ഇതാണ് 8 പ്രോപ്പർട്ടീസ്. സോ ദീസ് ആർ ദ 8 numerical properties of OLS estimators in multiple linear regression.